പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വിശുദ്ധ സഭായോഗ മധ്യേ നമ്മൾ വായിച്ച തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ചുരുക്കം വാക്യങ്ങളാണ് നമ്മളിന്ന് വായിച്ചത്. ഈ വചനഭാഗം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഹൃദയത്തിൽ തന്നൊരു ചിന്തയാണ് ഇന്നത്തെ സന്ദേശമാക്കി മാറ്റുവാനിടയായിത്തീർന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ ഒരു പടക് കയറി, ഒരു വഞ്ചി കയറി അക്കരയ്ക്ക് പോകുമ്പോൾ കർത്താവ് അതിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഒരു കാറ്റും കോളും ഒക്കെ ഉണ്ടായി. ഈ വഞ്ചി മുങ്ങുവാൻ പോയപ്പോൾ അവർ എല്ലാവരും ആകുലപ്പെട്ട് ഭയന്ന് കർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ കാര്യത്തിൽ കർത്താവെ അങ്ങേക്ക് യാതൊരു ചിന്തയുമില്ലേ എന്ന് ചോദിക്കുന്നൊരു ശിഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് എഴുന്നേറ്റു, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. അതിനുശേഷം അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ വിശ്വാസം എവിടെ? പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ചോദ്യമായിരിക്കട്ടെ. കാരണം ക്രിസ്തീയ ജീവിതത്തിൽ അനേകം പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ചോദിക്കും, ദൈവം ജീവനോടെ ഉണ്ടോ? ദൈവം ഇത് കാണുന്നുണ്ടോ? പലരും ചോദിക്കാറുണ്ട്, ദൈവം പൊട്ടക്കണ്ണനാണോ? അല്ലേ? ഇതൊക്കെയും അവിശ്വസ്തതയുടെ ചോദ്യങ്ങളാണ്. കാരണം ഈ ശിഷ്യന്മാർ ഇതൊരിക്കലും ചോദിക്കാൻ പാടില്ലാത്തതായിരുന്നു. നമ്മളും ഒരിക്കലും ആ ചോദ്യം നമുക്ക് ചോദിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. കാരണം ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ശതാധിപന്റെ ഭൃത്യനെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. പിന്നീട് നൈനിലെ വിധവയുടെ മകനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കർത്താവ് അവരെ ഇതെല്ലാം പഠിപ്പിച്ചും കാണിച്ചും മനസ്സിലാക്കിയും കൊടുക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ചോദിക്കുകയാണ്, കർത്താവേ ഞങ്ങളുടെ കാര്യത്തിൽ വിചാരമില്ലേ? അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് ചോദിക്കാനിടയായിത്തീർന്നു. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത് മറ്റൊരു കാര്യമാണ്. ആ പ്രശ്നത്തിനൊരു പരിഹാരം കർത്താവാണ് ചെയ്തത്, അല്ലേ? നമ്മൾ വിശ്വസിച്ചാലും കൊള്ളാം, വിശ്വസിച്ചില്ലെങ്കിലും കൊള്ളാം, ഒരു വിഷയത്തിന്റെ മേൽ ദൈവത്തിന് പരിപൂർണമായിട്ടുള്ള അധികാരമുണ്ട്. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവം തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, താൻ സകലത്തെയും ഭരിക്കുന്നു. അപ്പോൾ ഭരണകർത്താവായ ദൈവം, രാജാവായ ദൈവം ഈ ഭൂമിയിലെ സകല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നു എന്ന് നമുക്കറിയാം. ഈ ഭൂമിയിലുള്ള സകല കാര്യത്തെയും കർത്താവ് നിയന്ത്രിക്കുമ്പോൾ ഒരു കൂട്ടം ജനത്തിന് അത് നന്മയായി തീരുന്നു, ഒരു കൂട്ടം ജനത്തിന് അത് കൈപ്പേറിയ അനുഭവമായി തീരുന്നു, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അനുഭവമായി തീരുന്നു. ഞാൻ പറഞ്ഞത് സാരം മനസ്സിലായോ? ഏതൊരു കാര്യത്തിനും ദൈവം എന്ത് ചെയ്യും? ഒരു പരിഹാരം വരുത്തുന്ന ഒരു ദൈവമാണ്, അല്ലേ? കാറ്റും കോളും ഉണ്ടായപ്പോൾ കർത്താവരുടെ വിശ്വാസരാഹിത്യത്തെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ ആ പ്രശ്നത്തിന് കർത്താവ് ഒരു പരിഹാരം വരുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പ്രസംഗത്തിന്റെ ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് പരിഹരിക്കുന്നവൻ ദൈവം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നിരവധിയായിട്ടുള്ള പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാകും, അല്ലേ? വ്യക്തികൾ തമ്മിൽ തർക്കങ്ങളുണ്ടാകും, അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിൽ കോടതി ഇടപാടുകളുണ്ടാകും, കേസ് തർക്കങ്ങളുണ്ടാകും. ഇങ്ങനെയൊക്കെ ഈ ഭൂമിയിൽ പല വ്യവസ്ഥതകളുണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടി, അല്ലേ? പോലീസ് സ്റ്റേഷൻ തുടങ്ങി അങ്ങ് ഹൈക്കോടതി വരെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി. പക്ഷേ ശാശ്വതമായ പരിഹാരം ദൈവത്തിൽ നിന്നേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഏതാനും ചില വ്യക്തികളെ ഒന്ന് പരാമർശിച്ച് പോയിട്ട് ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പൊ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് പരിഹരിക്കുന്നവൻ ദൈവം. നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരകൻ ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇന്ന് വിശ്വാസത്തിൽ കടന്നു വന്നിരിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നൊരു കാര്യമല്ല, ദൈവത്തെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു വരുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. താൻ പാതി ദൈവം പാതി എന്നുള്ളൊരു മനുഷ്യന്റെ ചിന്താഗതിയല്ല ഇവിടെ ഉള്ളത്. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ ആണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്, പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്താൽ. അല്പവിശ്വാസം പോരാ. അവരെ കർത്താവ് വിളിച്ചത് അല്പവിശ്വാസിയെ എന്നാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസം തീരെ ഇല്ലാത്തവനെ എന്നല്ല, അവിശ്വാസിയെ എന്നല്ല വിളിച്ചത്, അല്ലേ? അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ കുറച്ച് വിശ്വാസം. ആ കാറ്റഗറിയിൽപ്പെട്ട എല്ലാവരും ആണ് നമ്മളെല്ലാവരും തന്നെ അങ്ങനെയുള്ളവരാണ്. എന്നാൽ ആ ഒരു വിശ്വാസം നമുക്ക് യാതൊരു പരിഹാരവും ഉണ്ടാക്കി തരാതിരിക്കുമ്പോൾ, പൂർണ്ണമായി ദൈവത്തെ ആരാധിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ
ആശ്രയിക്കുമ്പോൾ ആ വിഷയത്തിനൊരു പരിഹാരം വരുത്തുന്നത് ദൈവമാണ്. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം. അങ്ങ് ആദം ഹവ്വ മുതൽ ചിന്തിക്കുമ്പോൾ ഏദൻ തോട്ടത്തിൽ മനുഷ്യർക്ക് തെറ്റുപറ്റി ആ പ്രശ്നത്തിന് പരിഹാരകനായി തീർന്നത് ആരാ? അന്നൊരു കോടതിയും ഉണ്ടായില്ല, അല്ലെ, പോലീസ് സ്റ്റേഷനും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. പക്ഷെ ദൈവം തന്നെയാണ് അവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം ദൈവം ചെയ്തു കൊടുത്തത്, അല്ലെ. തുടർന്ന് നമുക്കറിയാം, ബാബേൽ ഗോപുരം പണിതു. മനുഷ്യൻ അനുസരണക്കേട് മൂലം, അല്ലെ, നമ്മുടെ നാട്ടിൽ ചില വികൃതികളായിട്ടുള്ള പിള്ളേരുണ്ടല്ലേ, അവരോട് പറഞ്ഞാൽ കേൾക്കില്ല. മോനെ അങ്ങനെ ചെയ്യലടാ എന്ന് പറഞ്ഞാൽ കേൾക്കുകയില്ല, അല്ലെ. അങ്ങനെ അവരെന്ത് ചെയ്യും? ബൈക്ക് എടുത്ത് പോകും, അല്ലെങ്കിൽ കാർ ഓടിച്ചു പോകും, അല്ലെങ്കിൽ ഒറ്റ കൈമ നിന്ന് ബൈക്കൊക്കെ ഓടിച്ചു പോകുന്ന പിള്ളേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പറഞ്ഞാൽ കേൾക്കില്ല. ഈ മനുഷ്യൻ ബാബേൽ ഗോപുരം പണിയാനിടയായിത്തീർന്നു എന്ന് പറഞ്ഞാൽ, ദൈവം ഒരുക്കുന്ന സ്വസ്ഥത ഞങ്ങൾക്ക് വേണ്ട, ഇനി ഒരു വെള്ളപ്പൊക്കം വന്നാലും ദൈവത്തെ പോലും തോപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വലിയ ബാബേലിന്റെ മുകളിൽ കയറിയിരിക്കാം. ഇനി വെള്ളപ്പൊക്കം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. വരുവിൻ, നമുക്ക് ഇഷ്ടിക ചുട്ടെടുത്ത് നമുക്ക് ബാബേൽ ഗോപുരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിലുള്ള ധ്വനി, ഇനി ദൈവം വിചാരിച്ചാലും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള മനോഭാവത്തിലേക്ക് മനുഷ്യനെ ഈ ബാബേൽ ഗോപുരം ഉണ്ടാക്കുവാൻ ചെന്നു. ദൈവം എന്താ ചെയ്തത്? അപ്പോൾ ഈ അനുസരണം കേട്ട മോൻ ബൈക്ക് എടുത്ത് പോകുമ്പോൾ അപ്പൻ പറയുകയാണ്, മോനെ അരുത് എന്ന് പറയുമ്പോൾ അത് കേൾക്കാതെ ബൈക്ക് എടുത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ആ ബൈക്ക് എടുക്കാതിരിക്കുവാൻ ചാവി എന്ത് ചെയ്യും? താക്കോലെടുത്ത് ഒളിപ്പിച്ചു വയ്ക്കും. ഇതേപോലെ തന്നെ ഈ ബാബേൽ ഗോപുരം ഏർപ്പെടുന്ന ഈ ബാബേൽ ഗോപുരം പണിയുന്ന ഈ മനുഷ്യർ ഇത് പണിയുന്നത് അപകടമാണ് എന്ന് അറിഞ്ഞ ദൈവം എന്ത് ചെയ്തു? അവിടെ ഒരു പരിഹാരം വരുത്തുകയാണ്. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ആ പണിയെ ദൈവം അങ്ങോട്ട് തകർക്കുകയാണ്. അവരുടെ ഭാഷ കലക്കി കളയുക. അവർക്കിത് പണിയാൻ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യം സൃഷ്ടിക്കുക. അങ്ങനെയാണ് ദൈവം അതിനൊരു പരിഹാരം വരുത്തിയത്, അല്ലേ. അല്ലെങ്കിൽ മനുഷ്യൻ മുഴുവനും മത്സരികളായി ദൈവത്തോട് മറുതലിച്ച് ആ ബാബേൽ ഗോപുരം പണിത് അങ്ങനെ അങ്ങോട്ട് പോയേനെ. പക്ഷെ ആ ബാബേൽ ഗോപുരം മനുഷ്യന് ദോഷമായ പണിയെ ദൈവം എന്ത് ചെയ്തു? തടസ്സം ചെയ്ത് അതിനെ പരിഹരിച്ചു. താഴേക്ക് വരുമ്പോൾ സൊദോം ഗൊമോറ, അതിനോടനുബന്ധിച്ച് അബ്രാഹാം ലോത്ത്, അതിനോടനുബന്ധിച്ച് സാറ ഹാഗാർ, അല്ലെ. ചരിത്രത്തിലുടനീളം അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇസ്ഹാക്ക്, ഇസ്മായേൽ, ഇവരുടെയിലൊക്കെ നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിലെല്ലാം ഇതിനെ പരിഹരിച്ചവൻ ദൈവമാണ്, അല്ലെ. കൃത്യമായിട്ട് ദൈവത്തിന്റെ പരിഹാര ക്രിയകൾ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പണ്ട് കണ്ട ഒരു സിനിമ, കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് കാണുവാനിടയായി തീർന്നു. അപ്പോൾ അന്ധവിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു മെസ്സേജാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്രശ്നമൊക്കെ വെച്ച് നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ചെന്നാൾ ചോദിക്കുകയാണ്, ഇതിന് പരിഹാരമൊന്നുമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോ പരിഹാരമില്ലാതെ ഉണ്ടാവോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ സംസാരിക്കുക, ഇതിനൊരു പരിഹാരമുണ്ട്, ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയില്ലേ എന്ന് ചോദിക്കുമ്പോൾ പരിഹാരമില്ലാതിരിക്കുകയില്ലല്ലോ. അപ്പോൾ ഇതിനുള്ള പരിഹാരക്രിയയായിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ ഭാര്യയോട് കാതിലുള്ള കമ്മൽ ഊരി തരാൻ പറയുകയാണ്. കാരണം എന്താ? ഇതിനൊരു പരിഹാരം ചെയ്യണ്ടേ? മനസ്സിലായോ? മനുഷ്യർ ഇതിനു വേണ്ടി പരിഹാരം ചെയ്യാൻ നോക്കിയിരിക്കുകയാ. കേരളത്തെ പ്രാന്താലയം എന്നാണ് വിളിച്ചത്, അല്ലേ. അത് വാസ്തവത്തിൽ ശരിയാണ്. ഒരു 50 വർഷം മുൻപുള്ള ചരിത്രം, 50 വർഷമൊന്നും പോകണ്ട, ഇന്ന് തന്നെ അത് നടക്കുന്നുണ്ട്, കൂടുതലായിട്ടില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നടത്തുവാൻ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാ. പക്ഷേ സാക്ഷാൽ ദൈവമാണ് പരിഹാരം വരുത്തുന്നത് എന്നുള്ളത് ഈ കൂട്ടർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ദൈവത്തിന്റെ കയ്യിൽ അതിന് 100 കണക്കിന് പരിഹാരങ്ങളുണ്ട്. ആ 100 കണക്കിനുള്ള പരിഹാരങ്ങൾ മാറ്റിക്കൊണ്ടാണ് വെറും ഒരു മനുഷ്യനെ ആശ്രയിച്ച് പരിഹാരം ചെയ്യാൻ നോക്കുന്നത്. ഇപ്പോൾ താഴേക്ക് വായിക്കുമ്പോൾ ജോസഫും സഹോദരന്മാരും തമ്മിലുള്ള പ്രശ്നം, ഞാനിങ്ങനെ ചരിത്രം ഓർപ്പിച്ച് വരുന്നത് അങ്ങ് ഉൽപ്പത്തിയിൽ ഏദൻ തോട്ടത്തിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഇന്നത് ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ പ്രശ്നങ്ങളായി, അല്ലെ, അങ്ങനെ ലോകം മുന്നേറുകയാണ്. അപ്പോൾ ജോസഫും സഹോദരന്മാരും തമ്മിലുള്ള പ്രശ്നം, ഈ പ്രശ്നം ആരാ പരിഹരിച്ചത്? അവിടെയും ദൈവം തന്നെയാണ് തക്ക സമയത്ത് പരിഹരിച്ചത്. തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ മോശയും ഫറവോനും തമ്മിൽ വളരെ പ്രശ്നങ്ങൾ. ഈ പ്രശ്നവും ആരാ പരിഹരിച്ചത്? അവിടെ കബഡി നിരത്തിയാണോ ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചത്? അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവോ എന്ന് ചോദിക്കുമ്പോൾ പരിഹാരം ഉണ്ട് എന്ന് പറയുന്ന ആളുകളെയാണോ സമീപിച്ചത്? അങ്ങനെയുള്ളവരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒടുവിൽ ദൈവത്തിന്റെ പരിഹാരത്തിന് മുൻപിൽ ദൈവം ഒരു പ്രതിക്രിയ ചെയ്തപ്പോൾ അതിന്റെ മുൻപിൽ ഈ വ്യാജമായതെല്ലാം എന്ത് ചെയ്തു? മാറിപ്പോകുവാനിടയായിത്തീർന്നു. തുടർന്ന് ഫറവോന്റെ മുന്നിൽ 10ഓളം വലിയ പ്രശ്നങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് അതിൽ നിന്നെല്ലാം ദൈവം എന്ത് ചെയ്തു? ദൈവജനത്തെ കൃത്യമായ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടി അവിടുന്ന് പുറപ്പെടുവിക്കാനിടയായിത്തീർന്നു. അപ്പോൾ പ്രശ്നങ്ങൾ
അങ്ങ് ഉൽപ്പത്തി മുതൽ ഇല്ലാതില്ല പ്രശ്നങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ബൈബിളിലുടനീളം കാണുന്നത്. താഴേക്ക് വായിക്കുമ്പോൾ ശൗൽ ദാവീദ് തമ്മിലുള്ള പ്രശ്നം, അല്ലെ, രാജാക്കന്മാർ തമ്മിലുള്ള പ്രശ്നം. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ ഇടയിൽ മാത്രമേ പ്രശ്നമുള്ളതാണ്. പക്ഷേ രാജാക്കന്മാരുടെ ഇടയിലും, അല്ലെ, ഭരണകർത്താക്കന്മാരുടെ ഇടയിൽ വളരെ പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തമ്മിൽ ചർച്ചയ്ക്കൊടുവിൽ അവിടെ വാക്കേറ്റത്തിലാണ് പിരിഞ്ഞത്. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. സമാധാന ചർച്ചയ്ക്കാണ് അവർ കടന്നു വന്നത്. എന്നാൽ അതൊരു വലിയ പ്രശ്നത്തിലൂടെ ആയിത്തീർന്ന് മുന്നോട്ട് പോകുന്നവരുടെ ആയിത്തീർന്നു. അങ്ങനെ പരിശോധിക്കുമ്പോൾ അങ്ങ് യെശയ്യാ പ്രവാചകന്റെ കാലത്ത് ഹെസക്കിയ രാജാവും സെൻഹരീബും റബ്ശക്കയും തമ്മിലുള്ള പ്രശ്നം, ഇതൊക്കെ ചരിത്രത്തിലുള്ള കാര്യങ്ങളാണ്. ഞാനത് പരാമർശിച്ചു പോകുന്നുവെന്ന് മാത്രം. അതിനും ദൈവം ഒരു പരിഹാരം വരുത്തി. എങ്ങനെയാണെന്ന് അറിയാമോ? ഇസ്രായേലിന് വിരോധമായി വന്ന ആ സൈന്യത്തെ, ഒരു സൈന്യത്തിന്റെ, അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു സൈന്യത്തിന്റെ ഒച്ച കേൾപ്പിച്ച് ഇവരെ പിന്തിരിപ്പിച്ച് ഓടിപ്പിച്ച ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി നേരിട്ട് ഇറങ്ങി വരണമെന്നൊന്നുമില്ല, അല്ലേ? ദൈവത്തിന് പല വിധത്തിലുള്ള മാർഗങ്ങളാ. ഒരുവന്റെ ഹൃദയത്തിൽ ഒരു പേടിയിട്ട് കൊടുത്തു, അവൻ വന്ന വഴിയെ തിരിച്ചോടി എന്ന ചരിത്രം പറയുന്നത്. ഇതൊക്കെ ഞാൻ എന്തിനാണ് പറഞ്ഞത്? ഇത്രത്തോളം വ്യക്തികളെ ഞാൻ എന്തിനാണ് പരിചയപ്പെടുത്തിയത്? ലാബാൻ, യാക്കോബ്, ജോസഫ് സഹോദരന്മാര്, മോശ, ഫറവോൻ, ശൗല്, ദാവീദ്, അബ്രഹാം, ലോത്ത്, സാറ, ഹാഗാർ, ബാബേൽ ഗോപുരം പണിതപ്പോൾ ഉണ്ടായ ആ സമയത്തെ ആളുകള്, കായൻ, ഹാബേല്, അല്ലെങ്കിൽ ഉൽപ്പത്തിയിൽ ആദവും ഹവ്വയും, ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെയൊക്കെയും ദൈവം കൃത്യമായി പരിഹരിച്ചു. പക്ഷേ ദൈവം ഈ വിഷയം പരിഹരിക്കുമ്പോൾ ഒരു കൂട്ടർക്ക് തീർച്ചയായും മരണം പോലും ഉണ്ടാകുന്ന സാഹചര്യം നമുക്കറിയാൻ പറ്റുന്നുണ്ട്, അല്ലേ? എന്നാൽ ചില കൂട്ടർക്ക് അത് രക്ഷയായി തീരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ദൈവം പ്രശ്നത്തിന് പരിഹാരം ചെയ്യുമ്പോൾ ചിലർക്കത് നന്മയായും ചിലർക്കത് ദോഷമായും വരുന്നുണ്ട്, അല്ലേ? ദൈവം പ്രശ്നം പരിഹരിക്കുന്നവനാ, അല്ലേ? അപ്പോൾ ചില വിഷയങ്ങളെ പരിഹരിക്കണമെങ്കിൽ, ഇസ്രായേലിന്റെ ആധിപത്യത്തിൽ നിന്നും അവരെ മോചിപ്പിക്കണമെങ്കിൽ, ആ പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ അവർക്ക് വിരോധമായി നിന്നവരെ കടലിൽ മുക്കിക്കൊല്ലണമായിരുന്നു. അതുകൊണ്ടാണ് ഫറവോയെയും കൂട്ടരെയും ദൈവം ചെയ്തു കടലിൽ മുക്കിക്കൊന്നു. അവർക്ക് ഏകദേശം ദൈവം 400 സംവത്സരം കൊടുത്തു. നന്നാവാനുള്ള സമയം ഇഷ്ടം പോലെ കൊടുത്തു. നന്നാവാതെ വരുമ്പോൾ സൊദോം ഗൊമോറയിലും തീയിറക്കിയ പോലെ, നന്നാകാതെ വരുമ്പോൾ ഫറവോനെയും കൂട്ടരെയും മുക്കിക്കൊന്നത് പോലെ ചരിത്രത്തിൽ ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പല സ്ഥലങ്ങളിൽ കാണാം. ആഹാബ് രാജാവ് സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരുന്ന് ദൈവം നിശ്ചയിക്കുക, ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റുകയില്ല, ഇവൻ ഒരു യുദ്ധത്തിൽ പോയി കൊല്ലപ്പെടണം, ദൈവം തീരുമാനിക്കുക. കാര്യം മനസ്സിലായോ? എന്തിനു വേണ്ടിയിട്ടാ? മറ്റുള്ളവർക്ക് ഒരു ദോഷം വരരുത്. മനസ്സിലായോ? മറ്റുള്ളവർക്ക് ദോഷം വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ അഹാബ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണം. അപ്പോൾ തന്നെ ചില രാജാക്കന്മാർക്ക് ദൈവം 15 സംവത്സരം കൂടി ആയുസ് നീട്ടി കൊടുത്തിട്ടുണ്ടല്ലേ? നിന്റെ ജീവിത കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചോ, നീ മരിക്കാൻ പോകാണെന്ന് പറഞ്ഞു ഹെസക്കിയ രാജാവിനോട്. അദ്ദേഹം വളരെ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞ് വിലപിച്ച് പറയുകയാണ്, ദൈവമേ എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് പ്രവചിച്ചു പോയ പ്രവാചകൻ പടിവാതിൽക്കൽ എത്തിയില്ല. ദൈവം പറഞ്ഞു, നീ തിരിച്ചു പോയി അവരോട് പറയുക, നിന്റെ ആയുസിനോട് 15 സംവത്സരം ഞാൻ കൂട്ടി തന്നിരിക്കുക. ഒരുത്തിന്റെ ആത്മാവിനെ എടുത്തു കളയുവാനും ഒരുത്തിന് 15 സംവത്സരം കൂടി ആയുസ് കൊടുക്കുവാനും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാനും ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകലിൽ ദൈവസഭ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇനി നമുക്കറിയാം, ഈ ലോകത്തിന്റെ മുൻപിൽ ഇനിയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് കർത്താവാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് മധ്യാകാശത്തിൽ ഒന്ന് വരുന്നത്. കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ കർത്താവിൽ ആശ്രയിച്ചും വിശ്വസിച്ചിരിക്കുന്നവരെ ഇവിടെ നിന്ന് മാറ്റുകയുണ്ട്. എവിടേക്ക് എടുക്കപ്പെടും? സ്വർഗത്തിലേക്ക് ദൈവം ഇവിടുന്ന് മാറ്റും. സേഫ് ആയിട്ടുള്ള ഒരിടത്തിലേക്ക് ദൈവം മാറ്റും. അങ്ങനെ അതിനൊരു പരിഹാരം വരുത്തും. പക്ഷേ കർത്താവിൽ വിശ്വസിക്കാത്തവർ ഇവിടെ ശേഷിച്ചു പോകും. അവർക്ക് എന്താ ഇനി വരാൻ പോകുന്നത്? വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ഓരോരോ കാഹളങ്ങൾ മുഴങ്ങുമ്പോൾ, ഓരോരോ കലശങ്ങൾ ഒഴിക്കുമ്പോൾ ഭൂമിയിൽ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോവുകയാ. മനസ്സിലായോ? അത് അവർക്കൊരു കഷ്ടതയുടെ ദിനങ്ങളായി മാറുമ്പോൾ ദൈവം ആ ഒരു വിഷയത്തിന് ഒരു പരിഹാരം വരുത്തുമ്പോൾ, ആ പരിഹരിക്കപ്പെടുമ്പോൾ അതിലൂടെ ചില കൂട്ടർക്ക് രക്ഷയായും ചില കൂട്ടർക്ക് അത് നാശമായും തീരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 7:37 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തു അവൻ സകലതും നന്നായി ചെയ്തു എന്ന് ജനസാക്ഷ്യം പറയുന്നുണ്ട്, അല്ലേ? അപ്പൊ എല്ലാം കൃത്യമായും ശരിയായും കർത്താവായ യേശു ക്രിസ്തു ചെയ്യും.
അത് താൻ ചെയ്ത പ്രവൃത്തികളെ കണ്ടവർ തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെ? നമുക്കും അതറിയാം. ചരിത്രത്തിൽ നിന്നും നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്നും ദൈവത്തോട് വിശ്വസ്തയോടുകൂടി നിൽക്കുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെ? വിശ്വാസം എന്ന് പറയുമ്പോൾ അതങ്ങ് എന്തോ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വിശ്വാസം, അതൊരു അറയിൽ വെച്ച് പൂട്ടി വെച്ചിരിക്കുന്ന ഒരു വിശ്വാസമല്ല നമുക്കുള്ളത്, മറിച്ച് അത് ജീവിതത്തിൽ അനുഭവഭേദ്യമാണ്, അല്ലെ? അനുദിനം ജീവിതത്തിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. പലർക്കും വിശ്വാസമുണ്ട്, എന്താണ്? ആ കർത്താവ് വരുമെന്നറിയാം, സ്വർഗത്തിൽ പോകുമെന്നറിയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം, തിയറിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ യാതൊരു എക്സ്പീരിയൻസും ഇല്ല, തൻ്റെ ജീവിതത്തിൽ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുമില്ല. പക്ഷേ ജീവിതത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്താലുണ്ടല്ലോ, മറ്റുള്ളവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനൊരു ജീവൻ ഉണ്ടാകും. കുറെ തിയറി പഠിപ്പിക്കുന്നതും ജീവിതത്തിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലേ? തിയറി പഠിപ്പിക്കാം, ഓരോ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബൈബിളിൽ തന്നെ പല പല വിഷയങ്ങളും പഠിച്ച് ഡോക്ടറേറ്റ് എടുക്കുന്നവരുണ്ട്, തിയറിക്കലായിട്ട് അവർക്കറിയാം. അതുകൊണ്ടാണ് യേശുക്രിസ്തു ജനിച്ചപ്പോൾ യേശുക്രിസ്തു എവിടെ ജനിക്കുമെന്ന് രാജാവ് ചോദിച്ചപ്പോൾ പുരോഹിതന്മാർ പറഞ്ഞു, അവൻ ബെത്ലഹേമിലാണ് ജനിക്കുന്നത്, പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ജനിച്ചപ്പോൾ അത് മനസ്സിലാക്കി വിശ്വസിക്കാൻ തക്കവണ്ണം അവർക്ക് കഴിഞ്ഞില്ല. ഇതാണ് തിയറിക്കലായിട്ടുള്ള അനുഭവം, അത് നമ്മുടെ എക്സ്പീരിയൻസും എന്ന് പറയുന്നതിന്റെ വ്യത്യാസം. പ്രൈസ് ദി ലോർഡ്. എസ്തേറിന്റെ പുസ്തകം നമുക്കൊന്ന് എടുക്കാം. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് പഠിക്കാം. ദൈവം ചരിത്രത്തിൽ വ്യക്തമായി നമ്മൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? പരിഹരിക്കുന്നവൻ ദൈവം, അല്ലെ? ഇത് ഞാൻ ചരിത്രങ്ങളെ ഉൾക്കൊള്ളിച്ചും അല്ലെങ്കിൽ ബൈബിളിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചും പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നമുക്ക് എസ്തേറിന്റെ പുസ്തകം ഒന്ന് എടുക്കാം. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. അനന്തരം അഹശ്വേരോഷ് രാജാവ് ആഗാഗ്യനായ ഹമ്മെദായുടെ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചരിത്രമെല്ലാം അറിയാം. ഇവിടെ ഇതാ ഹാമാൻ അധികാരത്തിലേറുകയാണ്. 12 വാക്യങ്ങളോട് വായിക്കാം. 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. അതുകൊണ്ട് അഹശ്വേരോഷിന്റെ രാജ്യത്ത് എല്ലായിടവുമുള്ള മൊർദെഖായിയുടെ ജാതിക്കാരായ യഹൂദന്മാരെയൊക്കെ നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരം അന്വേഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹാമാൻ അധികാരം കിട്ടിയപ്പോൾ മൊർദെഖായിയുടെ ജനമായ ഇസ്രായേലിനെ, യഹൂദന്മാരെ ഒക്കെയും കൊന്നു നശിപ്പിക്കാമെന്നുള്ള ആലോചന ഇവന് പൊന്തി വരികയാണ്. നമുക്ക് 1-2 വാക്യങ്ങളോട് വായിക്കാം. 3-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്ത് അയച്ചു. നിർത്തി ഒന്ന് വായിക്കാം. ഇവിടെ അഞ്ചൽക്കാർ കൈവശം എഴുത്ത് അയച്ചു, അല്ലെ? ഇവിടെ ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ അധികാരത്തിൽ വരുന്നു, ദൈവജനത്തിനെതിരെ വിരോധമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ആ നിയമത്തിനൊടുവിൽ അവൻ അഞ്ചലക്കാരെ വിട്ട് ഈ 127 സംസ്ഥാനങ്ങളിലേക്കും എന്ത് ചെയ്യുകയാണ്? ഇന്ന ദിവസം ഇന്ന സമയം യഹൂദന്മാരെ മുഴുവനും നിങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം, എവിടെയൊക്കെ യഹൂദനുണ്ടോ അവരെയൊക്കെയും കൊല്ലണം എന്നുള്ളൊരു നിയമം അവൻ പുറപ്പെടുവിക്കുകയാണ്, അല്ലേ? അപ്പോൾ ലോകത്തിലെ ഒരു നിയമവും സംവിധാനങ്ങളും ദൈവജനത്തിനെതിരെ ഇങ്ങനെ വന്നപ്പോൾ പ്രശ്നം പരിഹരിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് 1-2 വാക്യങ്ങൾ മുന്നോട്ട് പോകാം. ദൈവം എന്താണ് ഈ വിഷയത്തിൽ ഒരു പരിഹാരം വരുത്തിയത് എന്ന് നമുക്ക് കാണാമല്ലോ. അതിന്റെ 14-15 വാക്യം ഒന്ന് വായിക്കാം. അന്നത്തേക്ക് ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിന്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി. അഞ്ചൽക്കാർ രാജകൽപ്പന പ്രമാണിച്ച് ക്ഷണത്തിൽ പുറപ്പെട്ടു പോയി. ശൂഷൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു. രാജാവും ഹാമാനും കുടിപ്പാനിരുന്നു. ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ആകെ പ്രയാസത്തിലും പ്രതികൂലത്തിലുമായി 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെള്ളീർ വാരി ഇട്ടുകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ താഴേക്ക് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മൊർദെഖായിയും എസ്തേറും തന്റെ ജനവും യഹൂദന്മാരും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിലിരിക്കുകയാണ്. കാരണം എന്താ? ഇന്ന ദിവസം ഇന്ന സമയം എല്ലാ യഹൂദന്മാരെയും ലോകത്തു നിന്ന് തുടച്ചു മാറ്റുവാനുള്ള നിയമമാണ് ഈ ഹാമാൻ കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായോ? അവിടെ ഒരു മനുഷ്യനും പ്രവർത്തിക്കാനില്ല. കാരണം 127 രാജ്യങ്ങളുടെ മേൽ അധികാരമുള്ള ഈ രാജാവിനെ, അഹസ്വേരോസ് രാജാവിനെ ഹാമാൻ പാട്ടിലേക്ക് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വളരെ തന്ത്രപൂർവ്വം ദൈവജനത്തിനെതിരെ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ
ആ നിയമം ആ രാജ്യത്തിന് കീഴിലുള്ള 127 സംസ്ഥാനങ്ങളിലേക്കും അയച്ചിരിക്കുകയാണ്. അഞ്ചൽക്കാർ കൈവശം, ഓട്ടക്കാർ കൈവശം അവര് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കുതിരപ്പുറത്ത് അവർ പോയി കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. എന്നാൽ ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ദൈവജനം പ്രാർത്ഥിക്കുവാനിടയായിത്തീരുന്നു. ഉപവസിക്കുവാനും ചാരത്തിലിരിക്കുവാനും രട്ടെടുത്ത് വെണ്ണറിലിരുന്നു എന്ന് പറഞ്ഞാൽ ചാക്ക് വസ്ത്രം ധരിച്ച് ചാരത്തിലിരുന്നു. സിംഹാസനങ്ങളിലോ കസേരയിലോ അല്ല ഇരുന്നത്. നമ്മൾ ഇരിക്കുന്നത് പോലെ സുഗമമായിട്ടുള്ള ഇരിപ്പല്ല ദൈവസന്നിധിയിൽ ഇരുന്നത്. ചാരം കൊണ്ടിട്ടിട്ട് അതിലിരുന്നു വിനയപ്പെട്ടു. അല്ലെ, ചാരത്തിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വിനയപ്പെടുക എന്നുള്ളതിനൊരു സൂചനയായിട്ടാണ് യഹൂദന്മാരുടെ ഇടയിലുള്ളൊരു കാര്യമാണത്. വെണ്ണീരിലിരിക്കുക, ചാരത്തിലിരിക്കുക, ചാക്കെടുക്കുക. മനസ്സിലായോ? അങ്ങനെ ഇരുന്ന് ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടാവുകയാണ്. ഇനി പറയാനുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ നിയമം പുറപ്പെട്ടപ്പോൾ ദൈവജനത്തിനൊരു ഹൃദയത്തിലൊരു താഴ്മ വന്നു. അല്ലേ, ഉയർച്ചയ്ക്ക് മുൻപേ താഴ്മ. അല്ലെങ്കിൽ ഹൃദയം അഹങ്കരിക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, വീഴാൻ പോവുകയാണ്. ഹൃദയം താഴുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, അവിടെ ദൈവം ഒരു വിജയം നൽകാൻ പോവുകയാണ്. സദൃശവാക്യത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, വിജയത്തിന് മുൻപേ താഴ്മ, വീഴ്ചയ്ക്ക് മുൻപേ ഉന്നതഭാവം. ആരൊക്കെ ഉന്നതഭാവം കാണിക്കുന്നുവോ അത് ഓർത്തുകൊള്ളണം, മനസ്സിൽ കുറിച്ചുകൊള്ളണം. എനിക്ക് എന്തോ താഴ്ച വരാൻ പോവുകയാണ്, ഞാൻ എവിടെയോ മൂക്കും കുത്തി വീഴാൻ പോവുകയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഹൃദയം അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ഏത് വിഷയത്തിലായിക്കോട്ടെ, ഹൃദയം അഹങ്കരിച്ചാൽ ഓർത്തുകൊള്ളുക, വീഴ്ചയ്ക്ക് മുൻപേ ഉന്നതഭാവം. എന്നാൽ ഉയർച്ചയ്ക്ക് മുൻപോ ഹൃദയം താഴപ്പെടും എന്ന് ദൈവത്തിന്റെ വചനം പറയുക. ഇവിടെ യഹൂദന്മാരുടെ ഹൃദയം താഴ്ന്നപ്പോൾ ദൈവം പിന്നീട് പ്രവർത്തിക്കുക. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അന്നു രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു. താഴേക്ക് വായിക്കാം. മറുപടി കാവൽക്കാരനായി രാജാവിന്റെ ഷണ്ഡന്മാരിൽ ബിഗ്ദാന, തേരേഷ് എന്നീ 2 പേർ അഹശ്വേരോഷ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചിരുന്ന സംഗതി മൊർദെഖായി അറിവ് തന്ന പ്രകാരം അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. ഇതിനുവേണ്ടി മൊർദെഖായിക്ക് എന്തു ബഹുമാനവും പദവിയും കൊടുത്തു എന്ന് രാജാവ് ചോദിച്ചു. ഒന്നും കൊടുത്തിട്ടില്ല എന്ന് രാജാവിനെ സേവിച്ചു നിന്ന് ഭൃത്യന്മാർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാര്യങ്ങൾക്കൊരു വ്യത്യാസം വരികയാണ്. അതായത് അഹശ്വേരോഷ് രാജാവ്, 127 സംസ്ഥാനങ്ങൾക്ക് അധിപതിയായ രാജാവ്, അവനെ പാട്ടിലാക്കി ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ നിയമങ്ങൾ ഉണ്ടാക്കി യഹൂദന്മാരെ, ദൈവജനത്തെ കൊന്നൊടുക്കുവാനുള്ള പ്ലാനുകളൊക്കെ ചെയ്തിരിക്കുക. ഈ സമയത്ത് ഈ കൽപ്പന പുറപ്പെട്ടപ്പോൾ എല്ലാ ജനവും വളരെ വിനയപ്പെട്ടു, ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയം ഉപവാസവും ഈ പ്രാർത്ഥനയും ആ ദൈവത്തിന്റെ സന്നിധിയിലുള്ള താഴ്മയും പ്രാർത്ഥനയും എന്തുണ്ടാക്കി തീർത്തു? ഈ അഹശ്വേരോഷ് രാജാവിന് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. സ്വർഗത്തിലെ ദൈവം അവൻ എന്ത് ചെയ്തു? ഉറക്കം നഷ്ടപ്പെടുത്തി. സദൃശവാക്യം 21-ന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു രാജാധികാരിയുടെ ഹൃദയം ദൈവത്തിന്റെ കയ്യിലിരിക്കുക. അവനെ എങ്ങോട്ട് തിരിക്കണമെന്ന് ദൈവം ഒന്ന് വിചാരിച്ചാൽ അവനെ അങ്ങോട്ട് തിരിക്കാൻ കഴിയും. അതാണ് പറയുന്നത്, രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിക്കുന്നു. ഈ അഹശ്വേരോഷ് രാജാവിന്റെ ഹൃദയത്തിൽ ഉറക്കം ദൈവം ചെയ്തു. രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു? എഴുതി വെച്ചിരിക്കുന്ന ആ രാജാവിന്റെ ചരിത്രങ്ങളൊക്കെയും ദിനവൃത്താന്തങ്ങൾ, ഓരോ ദിവസം എന്തൊക്കെ സംഭവിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പുസ്തകം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അതെടുത്തിങ്ങനെ വായിച്ചപ്പോൾ കൃത്യമായി വായിക്കേണ്ട സംഗതി തന്നെ ഈ അഹശ്വേരോഷ് വായിച്ചു. എന്താ വായിച്ചത്? ഈ മൊർദെഖായി എന്ന് പറയുന്ന യഹൂദൻ ഈ അഹശ്വേരോഷ് രാജാവിനെതിരെ 2 പേര് എഴുന്നേറ്റു. ഈ രാജാവിനെ കൊന്നുകളയാനുള്ള പ്ലാൻ ചെയ്തു. ഇത് മൊർദെഖായിക്ക് അറിവ് കിട്ടിയപ്പോൾ മൊർദെഖായി ചെന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങയെ കൊല്ലുവാൻ ഇന്ന 2 പേര് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വിളിച്ച് വിചാരണ ചെയ്തപ്പോൾ ശരിയാണെന്ന് മനസ്സിലാക്കി അവർ 2 പേരെയും കൊന്നുകളഞ്ഞു. പക്ഷേ ഇത് വന്ന് പറഞ്ഞ മൊർദെഖായിയോട് ഒരു സ്നേഹവും കാണിച്ചില്ല, അവന് കൊടുക്കേണ്ട മാന്യതയും കൊടുത്തില്ല. മനസ്സിലോ? അതിൻ്റെ ഇടയിൽ ഒരു ദൂത് ഞാൻ പറഞ്ഞു പോകാം. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്നത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ട് പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ നോക്കി പെറുപെറുക്കാനല്ല നമ്മൾ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കണക്ക് കൂട്ടി പരിഹരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ സാരം. ഇവിടെ ഇതാ
ഈ മനുഷ്യന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. എടുത്തുകൊണ്ട് വായിച്ച പുസ്തകം ഇതാ തന്നെ രണ്ടുപേർ കൊല്ലാൻ നോക്കിയപ്പോൾ മൊർദെഖായി ഈ കാര്യം വന്ന് പറഞ്ഞ് എന്റെ ജീവനെ രക്ഷിച്ചു. അപ്പോഴാണ് രാജാവ് ചിന്തിക്കുന്നത്, ചേടാ ഈ മനുഷ്യനെ ഞാൻ ആദരിക്കേണ്ട രീതിയിൽ ആദരിച്ചില്ലല്ലോ. അപ്പോൾ തന്റെ ഭൃത്യന്മാരോട് ചോദിക്കുകയാണ്, ഈ മൊർദെഖായിക്ക് നമ്മൾ എന്ത് കൊടുത്തു? ഒന്നും കൊടുത്തില്ല രാജാവേ, അവനെ ആദരിച്ചില്ല, അങ്ങയുടെ ജീവൻ രക്ഷിച്ച മനുഷ്യനാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ആ മനുഷ്യനെ കൊണ്ടുവരുവാനും അവനെ മാനിക്കുവാനും അവനെ ഒരു രാജാധികാരത്തിലേക്ക് കൊണ്ടുവരുവാനും അല്ലെങ്കിൽ ആ രാജാവ് കഴിഞ്ഞാലുള്ള അടുത്ത അധികാരത്തിലേക്ക് കൊണ്ടുവരുവാനും ആ ഒരൊറ്റ രാത്രിയിൽ ഈ മനുഷ്യന്റെ ഉറക്കം കെടുത്തി ദൈവം എന്ത് ചെയ്തു? പരിഹരിച്ചു. പ്രശ്നം പരിഹരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? ഇത് വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇനി ജീവിതകാലം മുഴുവൻ എനിക്ക് ഓർമ്മയുള്ള സമയം മുഴുവൻ ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിലും ഓർമ്മ വരും. ഞാൻ 8 വർഷവും 8 മാസവും ഗൾഫിൽ ജോലി ചെയ്തിരുന്ന മനുഷ്യനാണ്. അത് കഴിഞ്ഞ് സുവിശേഷ വേലയോടുള്ള താല്പര്യം നിമിത്തം നാട്ടിലേക്ക് കടന്നു വന്ന്, അപ്പോൾ നാട്ടിലേക്ക് കടന്നു വന്നാൽ തന്നെ നമുക്ക് ജീവിക്കണമല്ലോ. അതിനുവേണ്ടി ഞാൻ ഗൾഫിൽ പോകുന്നതിനേക്കാൾ മുൻപ് ജോലി ചെയ്തിരുന്ന ഒരു റിഫൈനറിയിൽ എറണാകുളത്ത് ജോലിക്ക് കയറി. ഏകദേശം 1 വർഷം കൂടി അവിടെ ജോലിക്ക് കയറിയിട്ടാണ് ബൈബിൾ കോളേജിൽ ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഉപജീവനത്തിൽ ഗൾഫിൽ കിട്ടുന്ന ശമ്പളം നമുക്ക് നാട്ടിൽ കിട്ടുകയില്ല. അപ്പോൾ ഒരു മാസത്തിൽ ഒരു 2000 രൂപയെങ്കിലും എക്സ്ട്രാ ഇൻകം കിട്ടുമല്ലോ എന്ന് കരുതി തിരുവനന്തപുരത്തുമുള്ള ഒരു കമ്പനിയുമായിട്ട് ഒരു ഉടമ്പടിയൊക്കെ ചെയ്ത് ചെറിയൊരു ബിസിനസ് അത് ചെയ്യുവാനിടയായിത്തീർന്നു. അങ്ങനെ ഞാനത് കൃത്യമായി ചെയ്ത് കൃത്യമായി കൊടുത്തു. പക്ഷേ അവിടെ നിന്നൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അവിടെ നിന്നൊരു അതിൻ്റെതായുള്ള പൈസയുടെ ഇടപാടുകളോ അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ ഇടപാടുകളോ ഒന്നും ചെയ്യാതെ ഞാൻ കൊടുത്ത പൈസ പോലും തിരിച്ചു തരാതെ ഉള്ളൊരവസ്ഥയിൽ കിടക്കുകയാണ്. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി, ഒരു വിളിച്ചാൽ എടുക്കുന്നില്ല. അങ്ങനെ ഒരു 8 മാസത്തോളം കഴിഞ്ഞു. ഒരു ദിവസം എൻ്റെ ഹൃദയത്തിൽ വളരെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഞാൻ വീടിൻ്റെ മുകളിൽ കയറി ഞാൻ അവിടെ ഇരുന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു 2000 രൂപയും കൂടി ഒരു മാസം എനിക്ക് എക്സ്ട്രാ വരുമാനം കിട്ടിയാൽ അത്രയും കൂടി ആയല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ജോലിക്ക് പോയി തിരിച്ചു വന്ന് 1-2 മണിക്കൂർ കൂടി അത് ചെയ്തിട്ട് ഞാനിത് ഇവർക്ക് ചെയ്തു കൊടുത്തത്. എന്നാൽ ഞാൻ പറ്റിക്കപ്പെട്ടു. ഞാനിതിൽ തെറ്റുകാരനല്ല. എനിക്കിതിനൊരു പരിഹാരം ദൈവം നടത്തി തരണമേ എന്ന് ഞാൻ ദൈവത്തോട് വളരെ വിഷമിച്ച് പ്രാർത്ഥിക്കാനിടയായിത്തീർന്നു. 8 മാസക്കാലം ഉണ്ടായി. നമുക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയില്ല. ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു, എടുക്കുന്നില്ല. പക്ഷെ അന്ന് എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രയാസം തോന്നിയപ്പോൾ ഈ വിഷയം കൃത്യമായിട്ട്, നേരത്തെ നമ്മൾ വായിച്ചില്ലേ, തന്നിൽ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി താൻ ശക്തനായ ദൈവമെന്ന് കാണിക്കുവാൻ തൻ്റെ കണ്ണുകൾ ഊടാടി നടക്കുക, തന്നെ പരമാർത്ഥ ഹൃദയത്തോടെ ശ്രദ്ധയോടുകൂടെ തന്നോട് അപേക്ഷിക്കുന്നവരുണ്ടോ എന്ന്. ആ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. എന്ത് ചെയ്യുന്നു അറിയാമോ? അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ എന്ന് ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ അവിടുത്തെ ആ മേഡത്തിന് അന്ന് രാത്രി ഉറക്കം നഷ്ടപ്പെട്ടിട്ട് പിറ്റേ ദിവസം എന്നെ വിളിക്കുവാനിടയായിത്തീർന്നു. എന്നിട്ട് ഈ വാക്ക് തന്നെയാണ് പറഞ്ഞത്, ദിനേശേ, നിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഇന്നലെ രാത്രി മുഴുവനും ഉറക്കം കിട്ടിയില്ല, ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് നിന്നെ എനിക്ക് വിളിക്കാനിടയായിത്തീർന്നതെന്ന് പറയാനിടയായിത്തീർന്നു. അപ്പം ഞാൻ പറഞ്ഞു, മേഡം, 8 മാസക്കാലമായി ഞാനിത് പൈസ മുടക്കി, നിങ്ങളൊരു പ്രതികരണമില്ലാതിരിക്കുന്നേ. പക്ഷേ എനിക്ക് ജീവനുള്ളൊരു ദൈവമുണ്ട്, ആ ദൈവത്തോടെ ഞാൻ അപേക്ഷിച്ചുള്ളൂ. മറ്റു വഴികളൊക്കെ ഉണ്ട്, കേസ് കൊടുക്കാം, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ദൈവത്തോട് പറയാൻ എനിക്ക് തോന്നിയത് ആ ദൈവമാണ് മേഡത്തിൻ്റെ ഉറക്കം കിടത്തിയതെന്ന് പറഞ്ഞിടയായിത്തീർന്നു. അപ്പോൾ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടായോ? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, എനിക്കിപ്പോൾ ഒരല്പം പ്രയാസത്തിലാണ്, എൻ്റെ ഭർത്താവ് മരിച്ചു പോയി, ഇച്ചിരി പ്രയാസത്തിലൊക്കെയാണ്, അതുകൊണ്ട് ബിസിനസ്സൊക്കെ കുറച്ച് ഡള്ളാണ്, അതുകൊണ്ട് എനിക്ക് ഈ പൈസ നടത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടാണെങ്കിൽ ആ പൈസ വേണ്ട, അത്ര ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിൻ്റെ പകുതി പൈസ എനിക്ക് തരണം, പകുതി പൈസ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ആ പകുതി പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുവാനിടയായിത്തീർന്നു. ഇതെങ്ങനെ സാധിച്ചു? പ്രൈസ് ദി ലോർഡ്. പ്രശ്നത്തിന് പരിഹാരം ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്നേ. നമ്മളിങ്ങനെ ഇതെല്ലാം നിരത്തി നോക്കിയിട്ട് കാര്യമില്ല, പരിഹാരം വിളിച്ചു കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അതും ഇതും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അല്ലേ? ചുറ്റുപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്ന പരിഹാരത്തിന് എന്തൊക്കെ ചെയ്യുന്നു. ക്രിസ്തീയ കോളേജിൽ തന്നെ ഉടമ്പടി ചെയ്യുന്നവരുണ്ട്. എങ്ങോ പോയി ഉടമ്പടി ചെയ്യുക, എഴുതി കൊടുക്കുക, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നോളാം. അല്ലെങ്കിൽ അനാഥാലയത്തിന് ചോറ് നേരുന്നു. ഇതൊന്നും നേർന്ന് ചെയ്യേണ്ട കാര്യമല്ല, ഇതൊക്കെ ദൈവസ്നേഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയോ ദൈവത്തിന് വേണ്ടി ചെയ്താൽ എന്തൊക്കെയോ ദൈവം ചെയ്യുമെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ലോകം മുഴുവനും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനത്തെ ഒരു ദൈവത്തെ അല്ല വിളിക്കുന്നത്. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രസാദിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ദൈവത്തെ അല്ല നമ്മൾ വിളിക്കുന്നത്. തന്നിൽ ഏകാഗ്ര ചിത്തയോടുകൂടെ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നുവെങ്കിൽ നാളെ സൂര്യൻ ഉദിക്കുമെന്നതിന് ഉറപ്പല്ലേ നമുക്ക്? സങ്കീർത്തനത്തിൽ പറയുന്നതാണ്,
നാളെ സൂര്യൻ ഉദിക്കുന്നത് ഉറപ്പാണെങ്കിൽ അതിലും ഉറപ്പാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യത്തിന് ദൈവം മറുപടി തരും എന്നുള്ളത്. ആ വചനം വായിച്ചിട്ടില്ല എല്ലാവരും? ഒരു കാവൽക്കാരൻ തന്റെ പ്രഭാതത്തിന് വേണ്ടി സൂര്യൻ ഉദിക്കുമെന്നുള്ള ആ പ്രത്യാശയോടുകൂടി ഇരിക്കുക. ആ കാവൽക്കാരനൊരു ഉറപ്പുണ്ട്, നാളെ സൂര്യൻ ഉദിക്കും, എൻ്റെ ഡ്യൂട്ടി തീരും, വീട്ടിൽ പോവാം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എനിക്ക് അതിലും ഉറപ്പാണ്, നാളെ നേരം വെളുക്കും, സൂര്യൻ ഉദിക്കും എന്നുള്ളതിലും ഉറപ്പാണ്. ഞാൻ എൻ്റെ ദൈവത്തോടൊരു കാര്യം ചോദിച്ചാൽ ദൈവം അത് നടത്തി തരും എന്ന്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കൂടി ചേർത്ത് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അതിനൊരു ജീവനുണ്ട്. തിയറിയല്ല ഞാൻ പറഞ്ഞത്, ബൈബിളിൽ എഴുതി വെച്ച തിയറിയല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വെച്ചത് കാര്യം തന്നിൽ ഏകാഗ്ര ചിത്തതയോടുകൂടെ ഹൃദയം നൊന്ത് ദൈവമേ എന്ന് പറഞ്ഞ ആ വിഷയം എന്ന് പറഞ്ഞാൽ, ചിലരുടെ ഉറക്കം നഷ്ടപ്പെടുത്തണമെങ്കിൽ ദൈവം ഉറക്കം നഷ്ടപ്പെടുത്തും. ചിലരെ വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ദൈവം കൊണ്ടുവരും. മനസ്സിലായോ? ഇത് വെറുതെ പറഞ്ഞ് വെച്ചിരിക്കുന്ന കാര്യമല്ല. ദൈവവചനത്തിൽ ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം നമ്മൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം അതിവേഗത്തിലോടും. സാമുവേൽ 22:31 പറയുകയാണ്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്. സങ്കീർത്തനം 147:15 വാക്യത്തിൽ പറയുകയാണ്, അവന്റെ വചനം അതിവേഗത്തിലോടുന്നു. 2 രാജാക്കന്മാർ 18:21 പറയുകയാണ്, മറ്റ് ആശ്രയങ്ങളിൽ ആശ്രയിക്കുന്നവർ എന്തുപോലെയാണെന്ന് പറയുന്നത്? ബലമില്ലാത്ത ഞാങ്ങണയിൽ ചാരുമ്പോൾ അതൊടിഞ്ഞ് കയ്യിലും പള്ളയിലും കുത്തിക്കേറുന്നത് പോലെയുള്ള അവസ്ഥ. ബലമില്ലാത്തൊരു വടിയെ നമ്മൾ ഊന്നിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ വടി ഒടിഞ്ഞ് പള്ളയിൽ കയറുമല്ലേ? മനുഷ്യരിൽ ആശ്രയിക്കുന്നത് ഏതാണ്ട് ഇതുപോലെയാണെന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കോ, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് പരിചയമാണെന്നാ പറയുന്നത് അല്ലേ? കർത്താവ് ഇസ്രായേല് അയൺ ഡോം ഉണ്ടാക്കി വെച്ചിരിക്കുക. അവരുടെ ആശ്രയം അയൺ ഡോമിലാ. അവരുടെ ആശ്രയം പരിപാലകനായ ദൈവത്തിലായിരുന്നൊരു സമയമുണ്ട്. ശത്രുക്കൾ വന്നപ്പോൾ ശത്രുവിന്റെ സൈന്യത്തിന്റെ ശബ്ദം കേൾപ്പിച്ച് ശത്രു സൈന്യത്തെ പിന്തിരിപ്പിച്ച് ഓടിപ്പിച്ചൊരു ചരിത്രമുണ്ട്. 10 ലക്ഷം പടയാളികൾ വന്നപ്പോൾ വെറും 5 ലക്ഷം പടയാളികളെ ഇസ്രായേലിനുള്ളൂ. പയറ്റി കഴിഞ്ഞാൽ ഇസ്രായേൽ തോക്കും. ഈ ശത്രു സൈന്യത്തെ തോൽപ്പിച്ചൊരു ചരിത്രം. ദൈവത്തിന് ഇതൊന്നും അസാധ്യമല്ലെന്നേ. ദൈവത്തിനെല്ലാം സാധ്യമാണ്. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇതെല്ലാം ചെയ്യും. അതിനാണ് ദൈവം എന്ന് വിളിക്കുന്നത് അല്ലെ? ദൈവത്തിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയില്ല. ഒന്നും അസാധ്യമല്ലാത്തവൻ ദൈവം. ദൈവത്തിന് അനേകം നിർവചനങ്ങളെ കൊടുക്കാം. എന്ത് നിർവചനം കൊടുത്താലും അതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്നവനാണ് ദൈവം. അങ്ങയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ പോലും, ആ പേരെന്ന് വെളിപ്പെടുത്തിയാൽ പോലും താങ്ങാൻ നമുക്ക് അതിനുള്ള കെൽപ്പില്ല. അത്രയ്ക്ക് മഹത്വമുള്ള ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായോ? ഈ അന്ന് രാത്രി ഉറക്കം നഷ്ടപ്പെട്ട ഈ മനുഷ്യൻ ദിനവൃത്താന്തം എടുത്തുകൊണ്ടു വായിച്ചു, മൊർദെഖായിയെ മാനിച്ചു, അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാ. ആ സമയത്താണ് എസ്തേറിന്റെ ഇടപെട്ടപ്പോൾ ഈ ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ആ തന്ത്രപരമായ നീക്കത്തിൽ യഹൂദന്മാർ മുഴുവനും നശിക്കാൻ പോവുകയാ. ഇങ്ങനെയൊരു സംഭവം കൃത്യസമയത്ത് എസ്തേർ രാജാവിനെ അറിയിക്കുകയാ. രാജാവിനെ അറിയിച്ചപ്പോൾ എന്തു പറ്റി? അങ്ങനെ ഒരു തെറ്റ് ഹാമാൻ ചെയ്തതുകൊണ്ട് മൊർദെഖായിയെ തൂക്കുവാൻ വേണ്ടി ഒരു കഴുമരം ഹാമാൻ നിർമ്മിച്ചു വെച്ചിരുന്നു. ആ മരത്തിൽ തന്നെ ഹാമാനെ തൂക്കിയിട്ട് രാജാവ് മറ്റൊരു കൽപ്പന പുറപ്പെടുവിക്കുക. എന്താണ് പറഞ്ഞത്? യഹൂദന്മാരെ കൊന്നെടുക്കുവാനല്ലേ പറഞ്ഞത്? തിരിച്ചു മറ്റൊരു കൽപ്പന കൊടുത്തു. ഇങ്ങനെ ഒരു വ്യാജ കാര്യം ഈ ഹാമാൻ ചെയ്തിരിക്കുക. അപ്പോൾ എന്ത് വേണം? യഹൂദന്മാരെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെല്ലാം കൊന്നുകളയാനുള്ള നിയമം ദൈവം ചെയ്തു, അല്ലെങ്കിൽ രാജാവ് എന്ത് ചെയ്തു? തിരുത്തി എഴുതി കൊടുത്തു. അപ്പോൾ നേരത്തെ അഞ്ചലോട്ടക്കാരെ വെച്ചിട്ടാണ് ഹാമാന്റെ കൽപ്പന പുറപ്പെട്ടതെങ്കിൽ ദൈവം ഇവിടെ പറയുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ ഇവിടെ പറയുകയാണ്, ആ കൽപ്പനയുമായി പോയത് രാജകീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തുരകത്തിന്റെ പുറത്ത് കയറിയാ പോയി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിമ്പിളായി ഞാൻ പറഞ്ഞു തരാം. നമുക്കറിയാം, ട്രാൻസ്പോർട്ട് ബസ്സും ഉണ്ട്, സൂപ്പർ ഫാസ്റ്റും ഉണ്ട് അല്ലേ? രണ്ടും ബസ് തന്നെയാ. അല്ലെങ്കിൽ നമുക്ക് സഞ്ചരിക്കാൻ പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലേ? വാഹനം എന്ന് പറയുമ്പോൾ അങ്ങ് വിമാനം അടക്കം കാളവണ്ടി അടക്കം 2 വാഹനം എന്നാ പറയുകയുള്ളൂ അല്ലേ? ഹാമാന്റെ കൽപ്പന കാളവണ്ടിക്കാണ് പോയതെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന പോയത് ഫ്ലൈറ്റിന്റെ വേഗതയിലാ. മനസ്സിലായോ? ശത്രു നമുക്ക് എതിരെ കുതിരപ്പുറത്ത് വരുമ്പോൾ അതിലും വേഗത്തിൽ തുരകത്തിന്റെ മുകളിൽ കയറ്റി രക്ഷപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം ചെയ്തവൻ ദൈവമാ. ഇവിടെ ഇത് കാണുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 8-ാം അധ്യായത്തിന്റെ
10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. 10-ാം വാക്യം മാത്രം ഒന്ന് വായിക്കാം. എസ്തേർ. അവൻ അഹശ്വേരോഷ് രാജാവിന്റെ നാമത്തിൽ എഴുതിച്ച് രാജമോതിരം കൊണ്ട് മുദ്രയിട്ട് ലേഖനങ്ങളെ രാജാവിന്റെ അശ്വഗണത്തിൽ വളർന്ന് രാജകാര്യത്തിന് ഉപയോഗിക്കുന്ന തുരകങ്ങളുടെ പുറത്ത് കയറി ഓടിക്കുന്ന അഞ്ചൽക്കാരുടെ കൈവശം കൊടുത്തയച്ചു. പ്രൈസ് ദി ലോർഡ്. രാജകാര്യത്തിന് ഉപയോഗിക്കുന്ന തുരകങ്ങളുടെ പുറത്ത് കയറി ഓടിക്കുന്ന അഞ്ചൽക്കാരുടെ കൈവശം കൊടുത്തയച്ചു. കാര്യം മനസ്സിലായോ? അതിന്റെ ദൂത് മനസ്സിലായോ? ശത്രു നമുക്കെതിരെ നീങ്ങുന്ന വേഗത്തിന്റെ 10 മടങ്ങ് വേഗത്തിൽ ദൈവം, കാരണം എന്താ, ആ കൽപ്പന പുറപ്പെട്ട് ഏകദേശം എല്ലാ രാജ്യത്തും വ്യാപിച്ചിരിക്കുക. ഇനി അടുത്തൊരു കൽപ്പന പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അതിലും വേഗതയുള്ളൊരു സംവിധാനം കൊണ്ടുവരണം. കാരണം അല്ലെങ്കിൽ സമയവും ഡേറ്റും അതിനു മുൻപിൽ ഈ കൽപ്പന എത്തിയില്ലെങ്കിൽ യഹൂദന്മാരുടെ കാര്യം അവതാളത്തിലാവാൻ പോകുന്നത്. അപ്പോൾ അതിലും വേഗതയുള്ള ഒരു കാര്യം അവിടെ ചെയ്യണം. അതുകൊണ്ടാണ് രാജകീയ കാര്യത്തിന് ഉപയോഗിക്കുന്ന തുരകങ്ങളെ ദൈവം ഉപയോഗിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. നമ്മളെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും പലയിടത്തും കയറി ഇറങ്ങി നടക്കുക, പല വാതിലുകളിലും മുട്ടി നടക്കുക, ഒന്നും നടക്കുന്നില്ല. അതിവേഗത്തിൽ കാര്യങ്ങൾ നടത്തുന്ന ഒരുവനുണ്ടെന്നേ. സ്വർഗത്തിൽ ജീവനോടെ ഇരുന്ന് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുണ്ടോ എന്ന് നോക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ മുൻപിലാണ് നമ്മുടെ പരാതികൾ, അവിടുത്തെ മുൻപിലാണ് നമ്മുടെ ആവലാതികൾ, നമ്മുടെ അതൃപ്തികളായാലും എന്തായാലും അവിടുത്തെ മുൻപിലാണ് നമ്മൾ ചൊരിയേണ്ടത്. പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്, വ്യാജ വർത്തമാനം പരത്തരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറയിൽ ഒത്തിരി ധ്വനികളുണ്ട്. എന്ന് പറഞ്ഞാൽ കേട്ടത് കേട്ടപാടെ മറ്റുള്ളവരെ അറിയിക്കുക, അത് വന്ന് മറ്റുള്ളവരെ അറിയിക്കുക, അത് വന്ന് വേറെ ആളെ അറിയിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുവാനിടയായിത്തീർന്നു. ഒരു 100 പേരെ നിരത്തി നിർത്തിയിരിക്കുക, അങ്ങോട്ട് തിരിച്ചു നിർത്തിയിരിക്കുക. ഈ പുറകിലുള്ള ഒരാളോട് ഒരു കാര്യം പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു കൊടുത്തു. ഈ വാക്ക് പാസ് ചെയ്ത് 100ാമത്തെ ആളുടെ അടുത്ത് വരെ എത്തിക്കണം. എന്നിട്ട് ആദ്യത്തെ ആളോടും 100ാമത്തെ ആളോടും വിളിച്ചു കൊണ്ടിട്ട് 100ാമത്തെ ആളോട് ചോദിക്കും, എന്താണ് പറഞ്ഞത്? ഇവിടുന്ന് കൊക്കെന്നായിരിക്കും പറഞ്ഞു വിട്ടത്. അവിടെ ചെന്നപ്പോൾ ചക്ക എന്ന് പറയാൻ ഇടയായിത്തീർന്നു. 1ാമത്തെ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊക്ക് എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ കൊക്ക് എന്ന് പറയുന്നത് ചക്ക് എന്ന് തിരിഞ്ഞിട്ട് 100 അല്ല 1000 പേരിലേക്ക് എത്തുമ്പോൾ പിന്നെ എന്തായി തീരുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് വാക്കിൽ തെറ്റുകൂടാത്ത ഏവരും അവൻ ദൈവസന്നിധിയിൽ തികഞ്ഞവനായിട്ടിരിക്കും. വാക്കിൽ തെറ്റ് പറ്റാത്തവൻ. മനുഷ്യൻ നമ്മളോട് പലതും പറയും, പക്ഷേ നമുക്കത് നോക്കേണ്ട കാര്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുക. എൻ്റെ കാര്യത്തിന് പരിഹാരം ചെയ്തവൻ ദൈവമാണെന്ന് തിരിച്ചറിയുക. അങ്ങ് ഉൽപ്പത്തി മുതൽ ഇന്ന് വരെ ദൈവത്തിന് മാത്രമേ പരിഹാരം വരുത്തുവാൻ കഴിയുകയുള്ളൂ. കർത്താവ് ഭൂമിയുടെ അതിർത്തി വരെയും യുദ്ധങ്ങളെ അവസാനിപ്പിക്കും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കർത്താവിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. ഏതെങ്കിലും രാജാക്കന്മാരോ നേതാക്കന്മാരോ എഴുന്നേറ്റിട്ട് ഞങ്ങൾ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ ആ 10ന്റെ സ്പാനർ ഒന്നെടുത്ത് ഇപ്പം ശരിയാക്കി തരാം എന്ന് പറയുന്നതേ പോലെയുള്ളൂ. അവസാനം റോഡ് റോളർ വഴിയിൽ കിടക്കും, ഓരോ കഷ്ണങ്ങളാക്കി പറക്കി കൊണ്ടുപോകേണ്ടിയും വരും. പ്രശ്നത്തിന് പരിഹാരമൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം വേണോ? ദൈവത്തിൽ ഏകാഗ്ര ഹൃദയത്തോടുകൂടെ നിലകൊള്ളുക. അല്പം വൈകിയാലും അല്ല, ഈ വൈകുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല വൈകുന്നത്. നമ്മളൊന്ന് റെഡിയാകുന്നത് വരെ ഒരല്പം വൈകും, ഒരു താമസം, ഒരു പ്രശ്നമില്ല. കാനാൻ ദേശത്തേക്ക് എത്തുവാൻ നിസാര ദിവസങ്ങൾ മതിയായിരുന്നു. ഇവരതാ ദേശമൊക്കെ ചുറ്റിക്കറങ്ങി അവിടെയുള്ളതൊക്കെ തിന്നും കൊടിച്ച് 2 മുന്തിരിക്കുരയും തോളത്ത് വെച്ച് കൊണ്ടുവന്ന ജനമാ അല്ലെ. 40 ദിവസം കൊണ്ട് അവിടെ പോയി തിരിച്ചു വന്ന ജനമാ. അവർ വന്ന് പറഞ്ഞു, അയ്യോ അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെയാ, നമ്മൾ അവിടുത്തെ ആളുകളുടെ മുന്നിൽ കൊച്ചു ആൾക്കാർ പോലെയാ, നമുക്കതൊന്നും കിട്ടൂല, ദൈവം നമ്മളെ പറ്റിച്ചു എന്നാ അവർ വന്ന് പറഞ്ഞത് അല്ലേ. ഈ അവിശ്വസ്ത വാക്ക് പറഞ്ഞപ്പോൾ 40 ദിവസത്തിന് പകരം ദൈവം എന്ത് ചെയ്തു? ഒരു 40 വർഷം കഴിഞ്ഞിട്ട് നീ കാനാനിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. യഹൂദനും ദൈവരാജ്യം അവരുടെ കയ്യിൽ കൊടുത്തു. അവര് ഇത് പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞപ്പോൾ 40 വർഷമല്ല അവരെ വൈകിച്ചത്, 40 ജൂബിലികളായി എന്ന് പറഞ്ഞാൽ ഒരു ജൂബിലി 50 വർഷം. അങ്ങനെ 4 20 2000 കൊല്ലമായി യഹൂദന് ജെറുസലേം ദേവാലയമില്ല, ദൈവരാജ്യമില്ല. കണ്ടോ? ഇന്ന് കിട്ടേണ്ട നന്മയെ നമ്മൾ തട്ടിത്തെറിപ്പിച്ചാൽ 16 ദിവസം കഴിഞ്ഞ് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇതാരാ കാരണക്കാരൻ? നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അതുകൊണ്ട് കിട്ടാനുള്ള നന്മകൾ ദൈവത്തെ അനുസരിക്കായിക മൂലം തട്ടിത്തെറിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ ഇരുന്ന് കരഞ്ഞാൽ ആ കരച്ചിൽ മോശയായാലും അങ്ങ് ജോഷുവയായാലും ദൈവത്തിനൊന്നേ പറയാനുള്ളൂ, നീ എന്തിനാ എൻ്റെ മുൻപിൽ ഇരുന്ന് കരയുന്നത്? എഴുന്നേൽക്കുക, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു എന്നേ പറയാനുള്ളൂ.
പ്രൈസ് ലോർഡ്. അല്ലേ, മോശയോടും ജോഷുവയോടും ദൈവം പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഒരിക്കൽ ശമൂവേലും കരഞ്ഞു, ശൗലിനെ ഓർത്ത്. രാജാവാക്കി അവൻ്റെ രാജപദവി തെറിച്ചുപോയി. ദൈവത്തിന്റെ മുൻപിൽ സാമുവേൽ കരയുക. ദൈവം പറഞ്ഞു, നീ എന്തിനാ കരയുന്നത്? കൊമ്പിൽ തൈലമെടുത്ത് പോ. ഞാൻ ജെസ്സയുടെ മകനായ ദാവീദിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുക, എൻ്റെ ഹൃദയത്തിലിണങ്ങിയ മനുഷ്യനെ കണ്ടിരിക്കുക. നീ ചെല്ല്. ഇത്രയേ ഉള്ളൂ ദൈവത്തിന്റെ കാര്യം. ദൈവം ആരെന്നും ദൈവത്തിന്റെ സ്വഭാവം എന്തെന്നും കൃത്യമായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിനൊരു വ്യത്യാസം വരും. നമ്മുടെ ചിന്ത എന്തെങ്കിലും കൊടുത്താൽ എന്തെങ്കിലും കാണിച്ചാൽ പ്രസാദിക്കുന്ന ഒരു ദൈവമാണെന്ന് നമ്മുടെ ദൈവം എന്നാ. അത് മറ്റുള്ള ദൈവങ്ങളല്ലെങ്കിൽ പോലും അവർ ചിലപ്പോൾ ചെയ്തു തരായിരിക്കും. പക്ഷെ നമ്മുടെ ദൈവം സത്യവാനാണ്, നീതിമാനാണ്, കാരുണ്യവാനാണ്, എല്ലാമാണ്. സത്യവും നീതിയും വിട്ട് കർത്താവ് ഒന്നും ചെയ്യുകയുമില്ല. അതുകൊണ്ട് ആ ദൈവിക സ്വഭാവത്തോട് കൂട്ടാളികളാകുന്നുവെങ്കിൽ, അവൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ എന്തെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം ദൈവത്തിനുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിച്ച വിഷയം, പരിഹരിക്കുന്നവൻ ദൈവം, സകലത്തിനും മതിയായവനായ ദൈവം, സകലത്തിനും പരിഹരിക്കുന്നവനായൊരു ദൈവമാണ്, നമ്മുടെ കർത്താവാണ്. ഫിലിപ്പി ലേഖനം 1:4 പറയുകയാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വചനത്തിൽ നമുക്ക് ഉറച്ച് ദൈവകാര്യങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ചാരത്തും ദൂരത്തുമായി ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.